തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പുതിയ വെല്ലുവിളികളും അവസരങ്ങളും ഒരുപോലെ ഉണ്ടാകുന്നൊരു സമയമാണ്. പുതിയ ചുമതലകളോ ഉത്തരവാദിത്വങ്ങളോ ഒക്കെ ഏറ്റെടുക്കേണ്ടി വരും. അത് ഔദ്യോഗിക മേഖലകളിൽ, ജോലി സ്ഥലത്തൊക്കെ. അത് കഴിവ് തെളിയിക്കാൻ ഒരു അവസരമായിട്ട് കാണണം. അത് സഹായിക്കും. കഴിവ് തെളിയിക്കാൻ പുതിയ പദ്ധതികളൊക്കെ വിജയകരമായിട്ട് പൂർത്തിയാക്കാനൊക്കെ സാധിക്കും. കൂടുതൽ പരിശ്രമം അതിനുവേണ്ടി ആവശ്യമായിട്ട് വരും. അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം. അനാവശ്യമായ ധൂർത്തൊക്കെ ഒഴിവാക്കണം. കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒന്ന് ശ്രദ്ധിക്കണം. അനാവശ്യമായിട്ട് ആർക്കും കടം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും സാധ്യതയുണ്ട്. പക്ഷെ അത് വേഗത്തിൽ പരിഹരിക്കാൻ സാധിക്കും. പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ സഹായിക്കും. ആരോഗ്യപരമായ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. എന്നാൽ കൃത്യമായി വ്യായാമം ചെയ്യുക, ഭക്ഷണത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ജീവിതശൈലി രോഗങ്ങളൊക്കെ ഒന്ന് തടയാൻ ശ്രമിക്കുക. മാനസിക പിരിമുറുക്കമൊക്കെ കുറയ്ക്കാൻ ശ്രമിക്കണം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊരു മന്ദഗതിയാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. പരിശ്രമിക്കുക, സമയം കണ്ടെത്തുക. അതിന് വേണ്ടിയിട്ട് പഠനത്തിൽ കൂട്ടുകാരുടെ സഹായം തേടുന്നത് നല്ലതാണ്. യാത്രകൾക്ക് സാധ്യതയുണ്ട്. പക്ഷേ അത് യാത്രകൾക്ക് മുമ്പ് തയ്യാറെടുപ്പുകൾ അനിവാര്യമാണ്. സാമൂഹിക ബന്ധങ്ങൾ, തിരുവോണ നക്ഷത്രക്കാർക്ക് അവരുടെ സാമൂഹിക ബന്ധങ്ങളൊക്കെ മെച്ചപ്പെടും. പുതിയ ആളുകളെ പരിചയപ്പെടും. ഒപ്പം ഒരു സാമൂഹിക ചുറ്റുപാട്, തിരുവോണ നക്ഷത്രക്കാർക്ക് സാമൂഹിക ചുറ്റുപാടുകൾ വികസിപ്പിക്കാൻ സാധിക്കും. നല്ലൊരാഴ്ചയാകട്ടെ തിരുവോണ നക്ഷത്രക്കാർക്കെന്ന് ആശംസിക്കുന്നു.